നിലമ്പൂർ എം എൽ എ പി.വി. അൻവറിനെ കുറിച്ചാണ്. പി.വി. അൻവർ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ ഈ പോലീസ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ ഈ പോലീസ് മേധാവിയുടെ എസ്.പിക്ക് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തെ വളരെ മോശം വാക്കുകളിൽ എന്ന് വെച്ചാൽ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം ഈ എസ് പി ആ പരിപാടിയിലേക്ക് എത്താൻ അല്പം നേരം വൈകി. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എന്തോ ഒരു മോഷണം നടക്കുകയും അതിൽ ഒരു പരാതി നൽകുകയും അതിനകത്ത് നടപടി സ്വീകരിക്കാത്തതിലൊക്കെയുള്ള അമർഷമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നത്. പക്ഷെ ഒരു എസ് പിയെ പോലെയുള്ള ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ജനപ്രതിനിധി ഏത് നിലക്ക് കൈകാര്യം ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ പരിപാടിയിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു എസ് പിയെ ഈ രീതിയിലൊക്കെ അധിക്ഷേപിക്കാൻ ഒരു എം എൽ എക്ക് എത്ര കണ്ട് അർഹതയുണ്ട്? എന്താണ് ഈ പി.വി. അൻവറിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ IPS ഉദ്യോഗസ്ഥർ ഇതിനകത്ത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയും അവർ ഈ പി.വി. അൻവറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊക്കെ ഒരുങ്ങുകയാണ്. അപ്പോൾ അൻവറിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് കൂടി നമ്മൾ സംസാരിക്കുകയാണ്. അജിംസ്, അൻവർ പല ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് പല സമയങ്ങളിൽ പോലീസിനും സർക്കാരിനും ഒക്കെ തലവേദനയും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ഒരു പോലീസ് SP വലിയ വിഷയമായിട്ട് അവിടെ നിന്ന് മാറ്റിയതാണ്. പക്ഷേ എല്ലാ സംഘടനകൾക്കും അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അൻവറിന് മാത്രം ഈ SP-ക്കെതിരെ പരാതി ഉണ്ടാകാൻ ഇടയായ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിൽ നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ കാണാൻ പറ്റില്ല. സൈഫ് പറഞ്ഞ പോലെ ഇതിന് മുമ്പുണ്ടായിരുന്ന SP ഉണ്ട്, സുജിത് ദാസ്. സുജിത് ദാസിൻ്റെ സമയത്ത് മലപ്പുറത്ത് പൊതുവെ അവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും ചൂണ്ടിക്കൊണ്ടിരുന്ന കാര്യം അനാവശ്യമായി കേസുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ ഇൻസിഡൻറ്റിൽ 2-3 FIR ഇടും, ഒറ്റ FIR മതി. അപ്പോൾ മലപ്പുറത്ത് കേസുകൾ കൂട്ടിക്കാണിക്കാനാണ് എന്ന വ്യാജേന കൂടുതൽ കേസുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. കേസുകളുണ്ടെന്ന് വരുത്തിത്തീർക്കുക. അപ്പോൾ അതായിരുന്നു അവരുടെ പരാതി. താമിർ ജിഫ്രി എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ കസ്റ്റഡി മരണത്തെ തുടർന്ന് അത് വലിയ വിവാദമാവുകയും ചെയ്തു. ഈ SP-ക്കെതിരെ വലിയ രോഷം ഉയരുകയും അതിൽ ഉൾപ്പെട്ട പോലീസുകാരിൽ ചിലരെ താഴെ റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ വേണ്ടി SP നേരിട്ട് കളിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി കൊടുക്കുകയും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും തിരുത്താൻ SP ഇടപെട്ടു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെതിരെ വലിയ ജനരോഷം ഉയർന്നൊരു സാഹചര്യത്തിൽ ഈ സുജിത് ദാസിനെ ഹൈദരാബാദിലേക്ക് ട്രെയിനിങ്ങിന് വിടുകയാണ് സർക്കാർ ചെയ്തത്. അതിനുശേഷമാണ് പത്തനംതിട്ട SP ആയിരുന്ന ഈ S ശശിധരൻ മലപ്പുറത്ത് ചാർജ് എടുക്കുന്നത്. അപ്പോൾ ഈ ശശിധരനെ പറ്റി പറയുന്നത് ശശിധരൻ്റെ ട്രാക്ക് റെക്കോർഡൊക്കെ നല്ലതാണ്. ഈ മറ്റേ എലന്തൂർ നരബലി കേസൊക്കെ അന്വേഷിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പക്കാരൻ ഇമേജുള്ള ഒരു SP അല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം. അപ്പോൾ ഈ സുജിത് ദാസിൻ്റെ എന്താണ് പറയുക ഹാങ് ഓവർ നിലനിൽക്കുമ്പോഴാണ് ശശിധരൻ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഈ പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ തുടക്കം സമയം, ആ സമയത്ത് മന്ത്രി V. അബ്ദുറഹ്മാനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ശശിധരൻ ഇരിക്കുമ്പോൾ തന്നെ ഈ V. അബ്ദുറഹ്മാൻ ഈ മലപ്പുറത്തെ പോലീസിനെ സവിശേഷമായി വിമർശിച്ചിട്ടുണ്ട് ആ വേദിയിൽ വെച്ചിട്ട്. അപ്പോൾ V. അബ്ദുറഹ്മാൻ ചൂണ്ടിക്കാട്ടിയൊരു കാര്യം ഇതാണ്: ഈ അനാവശ്യമായി ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കുക, ജനങ്ങളെ വെറുപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കുക എന്നുള്ളൊരു പണി പോലീസ് എടുക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ചും സവിശേഷമായി മലപ്പുറത്ത് സുജിദാസിൻ്റെ കാലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അനാവശ്യമായി കേസുകൾ പെരുപ്പിക്കുക, ജനങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുക. കാരണം ഒരു പോലീസ് ബോധപൂർവ്വം വിചാരിച്ചാൽ സർക്കാരിനെതിരായ ജനരോഷം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഇലക്ഷന് തൊട്ടുമുമ്പുള്ള ഒരു വർഷത്തെ പോലീസ് പ്രതിപക്ഷത്തിൻ്റെ പോലീസാണെന്നാണ് പണ്ടുണ്ടായിരുന്നൊരു വാദം. കാരണം എന്ന് വെച്ചാൽ ഒരു സർക്കാർ മാറി വരാൻ പോവാണ്, അപ്പോൾ നിലവിലുള്ള സർക്കാരിന് ഒരു പണി കൊടുക്കാം എന്ന് പോലീസ് ചിന്തിക്കും എന്നൊക്കെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പിണറായി വിജയൻ 1-2 സർക്കാരുകളുടെ കാലത്ത് പോലീസ് സർക്കാരിൻ്റെ നയമല്ല നടപ്പാക്കുന്നതിനുള്ള വിമർശനം തുടക്കം മുതലേ ഉണ്ട്. ഇനിയിപ്പോൾ 1.5 വർഷമുള്ള അടുത്ത തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഇതൊരു വാലിഡായിട്ടുള്ളൊരു ആക്ഷേപമാണ്. അത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, ഭരണപക്ഷത്തെ CPM പ്രവർത്തകർക്ക് പോലും ആ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് അൻവർ MLA വരുന്നത്. ഇതേ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൻ്റെ സമാപനം മറ്റുമാണ്. അപ്പോൾ അദ്ദേഹം 10 മണിക്ക് പറഞ്ഞ പരിപാടിക്ക് 9:50 10:25 മറ്റുമാണ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ 20 മിനിറ്റ് കാത്തു നിന്നു. വരാത്തെന്നാണ് വെച്ചാൽ SP എത്തിയിട്ടില്ല എന്നാണ് സംഘാടകർ പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഒരു ചായയല്ലേ കുടിക്കാൻ പറ്റുള്ളൂ, 2 ചായ കുടിച്ച് മലപ്പുറത്ത് ഞാൻ നിന്നു. അപ്പോൾ അവനവിടെ നിൽക്കട്ടെ എന്ന ആറ്റിറ്റ്യൂഡാണെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ് വിമർശിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയൊക്കെ പറയുന്നു, എൻ്റെ പാർക്കിലെ 2000 കിലോ ഉള്ള വടം കാണാതെ പോയിട്ട് ഒന്ന് വിളിച്ച് പറയണ്ടേ, ഞാനൊരു പൊതുപ്രവർത്തനമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, ഈ V. അബ്ദുറഹ്മാൻ ഉന്നയിച്ചത് ഒരു വാലിഡായിട്ടുള്ളൊരു ആക്ഷേപമാണ് പോലീസിനെ കുറിച്ചുള്ളത്. പക്ഷേ P.V. അൻവർ പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം, ഞാൻ നോക്കി കണ്ടു വന്നു എന്നുള്ള പ്രശ്നവും, എൻ്റെ വടം പോയിട്ട് പോലീസ് കണ്ടെത്തിയില്ല എന്നുള്ള വിഷയവും, പിന്നെ ലൈഫ് പദ്ധതിയിൽ കുറേ വീടുകളുണ്ടാക്കുന്ന ഏതൊരു പഞ്ചായത്തുണ്ട്,
ആ പഞ്ചായത്തിൻ്റെ പേരും പറയുന്നുണ്ട്. ആ പഞ്ചായത്തിൽ എന്താണ് മണ്ണടിക്കാൻ സമ്മതിക്കുന്നില്ല, വീട് പണിയാൻ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പോലീസിനെതിരെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ്. അതൊരു ശരിയായ സമീപനമായിരുന്നില്ല. മറ്റേതൊരു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉന്നയിക്കുന്നൊരു വാലിഡായ ക്വസ്റ്റനാണ്. ആ ക്വസ്റ്റിൻ്റെ മുകളിൽ നിന്നിട്ട് അത് കുറച്ചുകൂടി നല്ല ഭാഷയിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, പി വി അൻവറിന് പറയാമായിരുന്നു. പക്ഷേ അതിന് പകരം അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്, വളരെ പേഴ്സണലായിട്ട് അത് എടുത്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യണമെന്ന്. പേഴ്സണലായിട്ടല്ല അത് പറയേണ്ടത്. അതൊരു പോലീസ് സേനയുടെ പ്രശ്നമാണെങ്കിൽ, പോലീസ് സേനയുടെ നടപടിക്രമങ്ങളുടെ പ്രശ്നമാണെങ്കിൽ, ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിനെ ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ വിമർശിക്കാം, അത് അവരുടെ പേരിൽ തന്നെ പോയി വിമർശിക്കാം. പക്ഷേ എൻ്റെ പടം പോയിട്ട് കണ്ടെത്തിയില്ല എന്നൊക്കെ പറയുന്നത് അത് ആ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നത്തെ ചെറുതാക്കി കളയാനേ ഉപകരിച്ചിട്ടുള്ളൂ. എന്താണ് അൻവറിൻ്റെ പ്രശ്നം നിഷാദ്? ഒന്നാമത് സൈഫ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ രാഷ്ട്രീയക്കാരായ ആളുകൾ, MLA മാർ, അവർക്ക് പോലീസിനെ വിമർശിക്കാൻ, ഉന്നതരായ IPS ഉദ്യോഗസ്ഥരെ വിമർശിക്കാൻ അർഹത എന്നൊക്കെ ചോദിച്ചാൽ പൊളിറ്റീഷ്യൻസ് തന്നെയാണ് അവരെ വിമർശിക്കാനുള്ള അർഹത, ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പൊളിറ്റീഷ്യൻസ് വിമർശിക്കേണ്ട സമയത്ത് പോലീസിനെ നിശിതമായ ഭാഷയിൽ വിമർശിക്കണം, അതിനെ ഔദ്യോഗിക വഴികൾ നേരിടണം, അല്ലെങ്കിൽ പൊതുവായി പറയേണ്ട കാര്യങ്ങൾ പൊതുവായി പറയണം. ഈ പോലീസ് ഇപ്പോൾ നടപ്പിലാക്കുന്ന കാര്യത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അത് ഞങ്ങൾ ശക്തമായ ഭാഷയിൽ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ ചിലപ്പോൾ ഓപ്പണായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഏതർത്ഥത്തിലും ഞാൻ പോലീസിനേക്കാൾ ആ കാര്യത്തിൽ അർഹത വിമർശിക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ തന്നെയാണുള്ളതെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം ജനങ്ങളുടെ പ്രതിനിധിയേക്കാൾ വലുതല്ല ഒരു IPS ഓഫീസറും. IPS ഓഫീസർ നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക, ഒരു നീതമായ കടമകൾ നിറവേറ്റുന്ന സാലറിഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അയാളെ ഈ മൊത്തം സിസ്റ്റത്തെ നന്നാക്കാൻ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അർഹതയുടെ കാര്യത്തിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല. ഇദ്ദേഹം ഇപ്പോൾ ഈ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ സുജിത് ദാസുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ പോലീസിങ്ങിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവുകയും വലിയ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നം, ഞാനിപ്പോൾ അവിടുത്തെ നമ്മുടെ മലപ്പുറം ബ്യൂറോയായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ള പ്രശ്നം, SP-യുടെ പ്രവർത്തന രീതികളും അപ്പം പോലീസിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരും തമ്മിൽ കാര്യമായ പ്രശ്നമുണ്ട്. പോലീസ് അസോസിയേഷനിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അൻവർ പ്രതിഫലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം SP-യോട് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിപക്ഷത്തിനുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിലൊരു കാര്യം കേൾക്കുന്നത്, അദ്ദേഹം വയർലെസ്സിലൂടെ SHO-മാരെ ചീത്ത വിളിക്കും. വയർലെസ്സിലൂടെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ സകല വയർലെസ് സെറ്റ് കയ്യിലുള്ള ആൾക്കാരും കേൾക്കുന്നതാണ്. അത് ഹൈറാർക്കി കൊണ്ട് ഇവർക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷേ ഇത് ഭീകരമാവിധമുള്ള ഇൻസൾട്ടും ഹ്യൂമിലിയേഷനും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് പോലീസ് അസോസിയേഷൻ്റെ പരിപാടിക്ക് വരുമ്പോൾ അൻവറിൻ്റെ മുമ്പിൽ ഈ പ്രശ്നമുണ്ട്, SP ഇങ്ങനെ തരത്തിലുള്ള അധികാരം കാണിക്കുന്ന ആളാണ് എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് SP അങ്ങനെയാണെങ്കിൽ SP-ക്ക് നിങ്ങളെക്കാൾ മുകളിലുള്ള ആൾക്കാരുണ്ട്, നിങ്ങളൊരു അസോസിയേഷൻ, ഒരു സംഘടനയുണ്ട്, അപ്പോൾ അധികം ഓവറാക്കണ്ട, വിളച്ചിലെടുക്കണ്ട എന്ന് പറയാൻ അൻവർ ശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടെ അൻവർ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിലത് ഒന്ന് വരയ്ക്കപ്പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയാൻ ലൈഫ് പദ്ധതി പ്രകാരം വീടുണ്ടാക്കാൻ വേണ്ടി മണ്ണിടാൻ വേണ്ടി പോലീസാണ് പെർമിറ്റ് ചെയ്യേണ്ടത്, പോലീസ് പെർമിറ്റ് തരുന്നില്ല, നിയമപ്രകാരം പറ്റില്ല എന്ന് വാശി പിടിക്കുകയാണ്. പോലീസ് നിയമം പറയും, ജനപ്രതിനിധികൾക്ക് എപ്പോഴും നിയമം പറയാൻ പറ്റില്ല. നമ്മൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ല. ഉമ്മൻചാണ്ടി എപ്പോഴും നിയമം മാത്രം നോക്കിയിട്ടില്ല, ചിലപ്പോൾ നിയമം തന്നെ അദ്ദേഹം മാറ്റിക്കൊണ്ടാണ് പല കാര്യങ്ങളും തീരുമാനമാക്കിയിട്ടുള്ളത്. അപ്പോൾ ജനപ്രതിനിധികൾ എപ്പോഴും നിയമത്തെക്കുറിച്ചല്ല, ഒരു കാര്യം എങ്ങനെ നടക്കണമെന്നതിനെക്കുറിച്ചാണ് അവരെപ്പോഴും ബോധേടാവുക. അതുകൊണ്ട് അൻവർ പറയുന്നത്, ഞങ്ങൾക്ക് ലൈഫ് പദ്ധതിക്ക് വീട് വെക്കണം, അവിടെ മണ്ണിടണം, അത് നിലം നികത്തണം, പോലീസാവട്ടെ ഈ നിയമത്തിൻ്റെ വാലിൽ പിടിച്ചിട്ടൊന്നും നടക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം ആ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാർക്കിൽ വലിയൊരു സംഗതി കാണാതെ പോയപ്പോൾ അദ്ദേഹം വിഷ്വൽസ് കൊടുത്തു, തെളിവുകൾ കൊടുത്തു, പരാതി കൊടുത്തു. പോലീസ് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പരാതി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പരാതിയാണെങ്കിൽ കൂടി ഒരു കേസിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ 9:50 ഞാൻ മലപ്പുറത്ത് വന്നു, വിളിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി, SP വന്നിട്ടില്ല. 10:20 ഞാൻ സ്ഥലത്ത് വന്നു, പിന്നെയും എന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. മൊത്തം 40-50 മിനിറ്റത്തേയും വെയിറ്റ് ചെയ്തിട്ടാണ് SP വരുന്നത്. അപ്പോൾ ഒരു അവിടുത്തെ MLA എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം വരുമ്പോൾ MLA-യുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ആളാണ്. യെസ്. അപ്പോൾ ആ MLA SP-ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുള്ളൊരു സ്ഥലത്ത് SP വരാൻ താമസിച്ചപ്പോൾ MLA അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു നീരസം പ്രകടമാക്കുകയാണ്. ഇതിന് വേണമെങ്കിൽ കുറച്ചുകൂടി പൊളൈറ്റായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കാമായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാമായിരുന്നു എന്ന പോയിൻ്റ് ഓക്കെയാണ്. പക്ഷേ ഒരു MLA ഒരു IPS ഓഫീസറെ വിമർശിച്ചു എന്നത് കേരളത്തിനാകെ വേദനിക്കേണ്ട കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. IPS ഓഫീസർമാരെ MLA-മാർക്ക് വിമർശിക്കാൻ കഴിയണം. വിമർശിക്കാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കേരള പോലീസിലുണ്ട് എന്ന് കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയാം. ശരി.